വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവുണ്ടാകും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 12-നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നിലവിൽ ബെയിലിൻദാസ് ഈ മാസം 27 വരെ റിമാൻഡിലാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പമുണ്ട്. വിഷ്ണു, ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്തായിരിക്കും കൂടുതൽ വിവരങ്ങൾ? ബെയിലിൻദാസിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. ആ ദിവസം തന്നെ അതിൽ വ്യക്തമാക്കുന്നത് ശനിയാഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നത് തിങ്കളാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കുമെന്നാണ്. ഏതായാലും ഇതിൽ ജാമ്യ ഉത്തരവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും അത് ജാമ്യം എങ്ങനെയാണ്, ജാമ്യാപേക്ഷ തള്ളുമോ അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുമോ അടക്കമുള്ള കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. ഏതായാലും ബെയിലിൻദാസിന് വേണ്ടി വാദിച്ച വക്കീൽ പറയുന്നത് ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസ് മാത്രമാണ് അതിനുള്ളത്. മറ്റെല്ലാം ജാമ്യം നൽകാൻ സാധ്യതയുള്ളതാണ്. ബെയിലിൻദാസിന്റെ തൊഴിലും അതോടൊപ്പം സാമൂഹികമായുള്ള ഇടപെടലും കണക്കിലെടുത്ത് ജാമ്യം നൽകണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ് ബെയിലിൻദാസ് എന്നാണ്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ജാമ്യം അനുവദിച്ചാൽ ഈ തൻ്റെ തൊഴിലിടത്തെ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ മൊഴി നൽകിയിരിക്കുന്നത്, സാക്ഷികളെല്ലാം അവരാണ്, അതുകൊണ്ട് സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും വാദത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വാദം പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിമാൻഡിൽ തുടരുന്ന ബെയിലിൻദാസിനെ വീണ്ടും ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണി കഴിയുന്നതോടെ തന്നെ കേസ് പരിഗണിക്കാനായി എടുക്കും. അതിനുശേഷമായിരിക്കും ഇതിന് നിർണായകമായ ഒരു തീരുമാനം അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ജാമ്യം ലഭിച്ചാൽ ബെയിലിൻദാസിനെ ഇനി പുറത്തിറങ്ങാം, അല്ലെങ്കിൽ 27-ാം തീയതി വരെ ഈ ബെയിലിൻദാസിൻ്റെ റിമാൻഡ് കാലാവധി നിലനിൽക്കുന്നുണ്ട്. ഈ യുവ അഭിഭാഷക നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ഈ ബാർ അസോസിയേഷനുള്ളിൽ തന്നെ ഈ വിഭാഗീയതയുണ്ടെന്നും ബെയിലിൻദാസിന് ഒരു വലിയ വിഭാഗം പിന്തുണ നൽകുന്നുണ്ടെന്നും യുവ അഭിഭാഷകയായ ശ്യാമിലി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഏതായാലും മാധ്യമങ്ങളോടൊക്കെയും ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശക്തമായ നിയമ പോരാട്ടത്തിന് തയ്യാറാവുകയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെയിലിൻദാസിനെ ജൂനിയർ അഭിഭാഷക മർദ്ദിച്ചിരുന്നു എന്ന തരത്തിൽ കോടതിയിൽ വാദിച്ചിരുന്നു ബെയിലിൻദാസിന്റെ അഡ്വക്കേറ്റ് അടക്കമുള്ളവർ. അത് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. കോടതിയുടെ പരിഗണനയെക്കുറിച്ച് ഇപ്പോൾ അതിലൊരു വ്യക്തതയില്ല. ഏതായാലും വാദം നടന്നപ്പോൾ ഇതിൽ പ്രതിഭാഗം പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. ബെയിലിൻദാസിന് കണ്ണിനടുത്തും കവിളിലും ചെറിയ മുറിവുകളുണ്ട്. ഇത് സ്വാഭാവികമായി വന്നതല്ല, ഇത് ശ്യാമിലി മർദ്ദിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്യാമിലി ബെയിലിൻദാസിനെ മർദ്ദിക്കുകയും അതിന് പിന്നാലെയാണ് ബെയിലിൻദാസ് ശ്യാമിലിയെ മർദ്ദിച്ചതെന്നാണ് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് കോടതി നിർണായകമായ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം, ഈ വാദങ്ങളെല്ലാം ഉപയോഗപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ഒരല്പം മണിക്കൂറുകൾക്ക് ശേഷം ഇത് കേസ് പരിഗണിക്കും. അതിനുശേഷമാണ് നിർണായകമായൊരു തീരുമാനമുണ്ടാവുക. ഏതായാലും ബെയിലിൻദാസിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ബെയിലിൻദാസിൻ്റെ ആ പ്രതിഭാഗത്തിന് ആശങ്കയുണ്ട്. ഏതായാലും ശക്തമായ നിയമ പോരാട്ടത്തിന് ഈ മർദ്ദനമേറ്റ യുവതി തയ്യാറായി നിൽക്കുന്നതും വലിയ തിരിച്ചടിയാണ്. ബാർ അസോസിയേഷൻ്റെ നിർണായക തീരുമാനങ്ങളും അതിനുള്ളിലെ വിഭാഗീയതയും എല്ലാം ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലാണ് ബെയിലിൻദാസിൻ്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. ശരി, യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ അഡ്വക്കേറ്റ് ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവുണ്ടാകും. കോടതി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം വിധി പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.